ഹായ് മകളെ, വെൽക്കം ടു ലീഡ്സ് അക്കാഡമി സ്മാർട്ട് പ്ലസ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ 8ാം ക്ലാസ്സിൻ്റെ കെമിസ്ട്രിയുടെ തേർഡ് പാർട്ടിലെ ഫസ്റ്റ് ചാപ്റ്റർ ഏതാണ്? ജലം അല്ലെങ്കിൽ വാട്ടർ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വാട്ടറിന്റെ ക്യാരക്ടർ സ്കെച്ചിൽ തന്നെ അങ്ങ് തുടങ്ങിയേക്കാം. എന്താണ് വാട്ടറിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്? ഏതൊക്കെയാണ്? വാട്ടർ എക്സിറ്റ്സ് ഇൻ ഓൾ 3 സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ, നെയിംലി സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. 3 അവസ്ഥയിലും എന്തുണ്ട്? ജലം ഉണ്ട്. ദെൻ വാട്ടർ ക്യാൻ ഡിസോൾവ് മെനി സബ്സ്റ്റൻസ് ഇൻ ഇറ്റ്. വെള്ളത്തിന് പല സാധനങ്ങളെയും പദാർത്ഥങ്ങളെയും അതിലേക്ക് ഡിസോൾവ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ലയിപ്പിച്ച് ചേർക്കാനുള്ള കഴിവ് ആർക്കുണ്ട്? നമ്മുടെ വാട്ടറിനുണ്ട്. ആൻഡ് ഇറ്റ് യൂസ്ഡ് ടു കൂൾ ഹോട്ട് സബ്സ്റ്റൻസസ്. അല്ലേ, ചൂടുള്ള പദാർത്ഥങ്ങളെ തണുപ്പിക്കാൻ വേണ്ടി ഉള്ള നമ്മൾ ആരെ ഉപയോഗിക്കും? നമ്മുടെ വാട്ടറിനെ ഉപയോഗിക്കാറുണ്ട്. ഇല്ലേ, ചായയൊക്കെ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിലേക്ക് ഇറക്കി വെക്കൂലേ, പെട്ടെന്ന് തണുത്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ടു മേക്ക് ഡിഫറെൻറ്റ് സൊല്യൂഷൻസ്. അതായത് പല ലായനികളും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആരെ ഉപയോഗിക്കാറുണ്ട്? നമ്മുടെ വാട്ടറിനെ ഉപയോഗിക്കാറുണ്ട്. ദെൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് ബോയിലിംഗ് പോയിന്റ് എന്താണെന്ന് നോക്കാം. വാട്ടറിന്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത്, ബോയിലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ അന്തരീക്ഷ മർദ്ദത്തിൽ ഒരു ദ്രാവകം തിളയ്ക്കുന്ന താപനിലയാണ് ആ ദ്രാവകത്തിന്റെ തിളനില എന്ന് പറയുന്നത്. സാധാരണ അന്തരീക്ഷ മർദ്ദത്തിൽ വെള്ളം എന്ത് ചെയ്യുന്നു? തിളയ്ക്കുന്നു, അല്ലെങ്കിൽ ഒരു ദ്രാവകം തിളയ്ക്കുന്നു. അതാണ് ആ ദ്രാവകത്തിന്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സാധാരണ വെള്ളം, അല്ലെ, നോർമൽ വാട്ടർ തിളയ്ക്കാൻ ആവശ്യമായ ടെമ്പറേച്ചറിനെയാണ് വാട്ടറിന്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. വാട്ടറിന്റെ ബോയിലിംഗ് പോയിന്റ് എത്രയാണ്? 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. 100 ഡിഗ്രി സെൽഷ്യസിലാണ് വെള്ളം തിളയ്ക്കുന്നത്. ദെൻ ഈ വെള്ളം തിളയ്ക്കുമ്പോൾ അവിടെ എന്തെങ്കിലും അവസ്ഥാമാറ്റം നടക്കുന്നുണ്ടോ? വെള്ളം തിളയ്ക്കുമ്പോൾ എന്താണ് നടക്കുന്നത്? ലിക്വിഡ് സ്റ്റേറ്റിൽ, അതായത് ദ്രാവക അവസ്ഥയിൽ നിന്നും വാതക അവസ്ഥയിലേക്കാണ് ചേഞ്ച് നടക്കുന്നത്. അല്ലേ, കെമിക്കൽ ചേഞ്ച് അവിടെ നടക്കുന്നത്. എന്താണ്? ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്നും ഗേഷ്യസ് സ്റ്റേറ്റിലേക്ക് ഒരു കൺവേർഷൻ ആണ് വെള്ളം തിളയ്ക്കുമ്പോൾ നടക്കുന്നത്. ദെൻ അങ്ങനെയാണെങ്കിലേ നമ്മൾ ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിന് വീണ്ടും 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 എന്ത് ചെയ്യുന്നു? ചൂട് കൂട്ടി കൊടുക്കുന്നു, അല്ലെങ്കിൽ തീ കൂട്ടി വെച്ച് കൊടുക്കുന്നു. അല്ലേ, ഫ്ലെയിം കൂട്ടി കൊടുക്കുന്നു. അപ്പോൾ ഈ ഫ്ലെയിം കൂട്ടി കൊടുക്കുമ്പോൾ എന്തെങ്കിലും പ്രത്യേകതകൾ സംഭവിക്കുമോ? വെള്ളത്തിന് വീണ്ടും വീണ്ടും ചൂട് കൂടുമോ? എന്താ അവിടെ നടക്കുക? വീണ്ടും വീണ്ടും നൽകിയാൽ എന്താണ്? അതനുസരിച്ച് താപനില ഉയരുമോ? ടെമ്പറേച്ചറിന് ഇൻക്രീസ് ഉണ്ടാകുമോ? തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിന് വീണ്ടും തീ കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും അത് 100 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് വീണ്ടും വീണ്ടും കൂടിക്കൊണ്ടിരിക്കൂല. അതെന്താ കാരണം? നമുക്ക് നോക്കിയാലോ. അതായത് വെള്ളം തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിന് നമ്മൾ വീണ്ടും വീണ്ടും ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഹീറ്റ് കൊടുക്കുകയാണ്. ഹീറ്റ് കൂട്ടി കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ താപം കൂട്ടി കൊടുക്കുമ്പോൾ അതിന് ടെമ്പറേച്ചറിന്, താപത്തിന് എന്താണ്? വ്യത്യാസമൊന്നും വരാറില്ല. ഇതിന് കാരണം എന്താണ്? അപ്പോൾ നമ്മൾ അത് തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊടുക്കുന്ന ആ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഹീറ്റ് എന്തിനു വേണ്ടിയിട്ടാണ് യൂട്ടിലൈസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് യൂട്ടിലൈസ്ഡ് ഫോർ ദ ചേഞ്ച് ഓഫ് ദ സ്റ്റേറ്റ്. അല്ലേ, അവസ്ഥാ മാറ്റത്തിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അവസ്ഥാ മാറ്റം അവിടെ നടക്കുന്നതെന്നാണ് പറഞ്ഞത്? ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്നും ഗേഷ്യസ് സ്റ്റേറ്റിലേക്ക് എന്ത് ചെയ്യുന്നു? കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ അവസ്ഥാ മാറ്റത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ വീണ്ടും കൊടുക്കുന്ന താപം, ഹീറ്റ് എന്ത് ചെയ്യുന്നത്? യൂട്ടിലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വെള്ളത്തിന്റെ, സാധാരണ ജലത്തിന്റെ ബോയിലിംഗ് പോയിന്റ് 100 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് പറഞ്ഞു, അല്ലേ? അപ്പോൾ വേറെ എല്ലാ വെള്ളത്തിന്റെയും ദ്രാവക രൂപത്തിലുള്ളതും 100 ഡിഗ്രി സെൽഷ്യസ് തന്നെയായിരിക്കുമോ? പഞ്ചസാര ലായനീന്റെ 100 ഡിഗ്രി സെൽഷ്യസ് തന്നെയായിരിക്കും. അതിൽ മെയിൻ കണ്ടന്റ് എന്താണ്? വാട്ടർ ആണ്. ആയിരിക്കുമോ? അല്ല. എന്താണ്? മറ്റ് പദാർത്ഥങ്ങൾ ലയിച്ചു ചേർന്ന വെള്ളത്തിന്റെ അല്ലെങ്കിൽ ഒരു ദ്രാവകത്തിന്റെ തിളനില എന്ന് പറയുന്നത് 100 ഡിഗ്രിയേക്കാൾ കൂടുതലായിരിക്കും. മറ്റു പദാർത്ഥങ്ങൾ ലയിച്ചു ചേർന്ന ജലത്തിന്റെ തിളനില എന്ന് പറയുന്നത് 100 ഡിഗ്രി സെൽഷ്യസിനേക്കാളും കൂടുതലായിരിക്കും. ദെൻ അതേപോലെ തന്നെ ബോയിലിംഗ് പോയിന്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്, അല്ലെങ്കിൽ അതിനെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് എന്തെന്ന് പറയുന്നത്? പ്രഷർ, മർദ്ദം എന്ന് പറയുന്നത്. പ്രഷർ എന്ന് പറയുന്നത് ബോയിലിംഗ് പോയിന്റിനെ, വെള്ളത്തിന്റെ തിളനിലയെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. പ്രഷർ കൂടുമ്പോൾ, മർദ്ദം കൂടുമ്പോൾ തിളനില കൂടുന്നു. പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? പ്രഷർ കൂടുമ്പോൾ ബോയിലിംഗ് പോയിന്റും കൂടും. കൂടും. ഒരു ഡയറക്റ്റ് റിലേഷൻഷിപ്പ്, അല്ലേ? അങ്ങനെയാണെങ്കിൽ പ്രഷർ കുറയുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? പ്രഷർ കുറയുമ്പോൾ ബോയിലിംഗ് പോയിന്റ് കുറയും. അപ്പം നമ്മുടെ പ്രഷർ കുക്കർ, അല്ലേ, അതിൽ പ്രഷർ കൂടുതലായിരിക്കും. അങ്ങനെയാണെങ്കിൽ വെള്ളം തിളയ്ക്കുന്നത് 100 ഡിഗ്രി സെൽഷ്യസിലായിരിക്കുമോ?
ആയിരിക്കോ? പ്രഷർ കൂടുമ്പോൾ ബോയിലിംഗ് പോയിന്റ് കൂടുതലായിരിക്കും. അപ്പോൾ നമ്മുടെ പ്രഷർ കുക്കറുകളിലൊക്കെ വെള്ളം തിളയ്ക്കുന്നത് 120 ഡിഗ്രി സെൽഷ്യസ് താപനിലയിലാണ്. അതായത് പ്രഷർ കുക്കറിൽ വെള്ളം ചൂടാവുന്നത് എത്ര ഡിഗ്രി സെൽഷ്യസിലാണ്? 120 ഡിഗ്രി സെൽഷ്യസിലാണ് അല്ലേ? ദെൻ അടുത്തതാണ് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് വാട്ടർ. ജലത്തിന്റെ താപധാരിത. താപധാരിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വാട്ടർ ഹാസ് ദ എബിലിറ്റി ടു ഹോൾഡ് മോർ ഹീറ്റ് വെൻ കമ്പയർഡ് ടു അതർ സബ്സ്റ്റൻസ്. അതായത് മറ്റ് പദാർത്ഥങ്ങളെ അപേക്ഷിച്ച് ജലത്തിന് എന്ത് കഴിവുണ്ട്? ഉയർന്ന താപം താങ്ങാനുള്ള കഴിവ് ആർക്കുണ്ട്? നമ്മുടെ ജലത്തിന് ഉണ്ട്. ദ ക്വാണ്ടിറ്റി, അതായത് ഒരു പദാർത്ഥത്തിൻ്റെ താപനില 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്താൻ ആവശ്യമായ താപത്തിൻ്റെ അളവാണ് അതിൻ്റെ താപധാരിത എന്ന് പറയുന്നത്. ഒരു പദാർത്ഥത്തിൻ്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്താൻ ആവശ്യമായ ആ താപത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അതിൻ്റെ താപധാരിത, ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ദെൻ 1 കിലോഗ്രാം പദാർത്ഥത്തിൻ്റെ താപനില 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്താൻ ആവശ്യമായ താപത്തിൻ്റെ അളവാണ് വിശിഷ്ട താപധാരിത. ജലത്തിൻ്റെ വിശിഷ്ട താപധാരിത എത്രയാണ്? 4200 ജെ പെർ കിലോഗ്രാം ആണ് അല്ലേ? ഓക്കെ ആണോ? ദെൻ നമ്മൾ പറഞ്ഞു എന്താണ്? വാട്ടറിന് എന്ത് കഴിവുണ്ട്? ഹീറ്റ് കപ്പാസിറ്റി, ഹീറ്റ് ഹോൾഡിംഗ് കപ്പാസിറ്റി അല്ലേ? താപധാരിത കൂടുതലാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു വാട്ടറിന് എന്ത് കഴിവുണ്ട്? ഉയർന്ന താപത്തെ താങ്ങാനുള്ള കഴിവ് ആർക്കുണ്ട്? നമ്മുടെ വാട്ടറിന് ഉണ്ട് അല്ലേ? അപ്പോൾ ഈ വാട്ടറിന്റെ ഈ കഴിവ് നമ്മൾ ചില സന്ദർഭങ്ങളിലൊക്കെ എന്താണ് ഉപയോഗിക്കാറുണ്ട്. ചില സന്ദർഭങ്ങളിൽ വാട്ടറിന് ഈ കഴിവുള്ളത് കൊണ്ട് നമ്മൾ ചില സന്ദർഭങ്ങളിൽ വാട്ടറിനെ യൂസ് ചെയ്യാറുണ്ട്. എന്തൊക്കെയാണ് ആ സന്ദർഭങ്ങൾ എന്ന് നോക്കാം. വാട്ടർ ഈസ് യൂസ്ഡ് ഇൻ റേഡിയേറ്റേഴ്സ് ടു റെഗുലേറ്റ് ദ ഹീറ്റ് ഇൻ ഓട്ടോമൊബൈൽ എൻജിൻസ് അല്ലേ? വണ്ടികളിൽ, ഓട്ടോമൊബൈൽ എൻജിൻസിലൊക്കെ അതിൻ്റെ റേഡിയേറ്ററിൽ എന്താണ്? വെള്ളം ഒഴിക്കാറുണ്ട്. എന്തുകൊണ്ടാണ്? ഏത് പ്രോപ്പർട്ടിയാണ് ഇവിടെ വാട്ടറിന്റെ നമ്മൾ യൂസ് ചെയ്യുന്നത്? ഹീറ്റ് ഹോൾഡിംഗ് കപ്പാസിറ്റി അല്ലേ? ഉയർന്ന താപം താങ്ങാനുള്ള വെള്ളത്തിന്റെ കഴിവാണ് നമ്മൾ റേഡിയേറ്ററിൽ വെള്ളം ഒഴിക്കുമ്പോൾ ഉപയോഗപ്പെടുത്താറ്. പിന്നെ എന്താണ്? വാട്ടർ ഈസ് യൂസ്ഡ് ടു കൂൾ ഹോട്ട് ഒബ്ജക്ട്സ്. അത് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു അല്ലേ? എന്താണ്? മറ്റ് ചൂടായ വസ്തുക്കളെ തണുപ്പിക്കാൻ വേണ്ടി നമ്മളെ ഉപയോഗിക്കാറുണ്ട്? നമ്മുടെ വാട്ടറിനെ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ എന്താ? 2/3 ഓഫ് ദ എർത്ത് ഈസ് വാട്ടർ. ദിസ് റെഗുലേറ്റ് ദ ടെമ്പറേച്ചർ ഓൺ ദ എർത്ത്. ഭൂമിയുടെ 3/2 ഭാഗവും എന്താണ്? ജലമാണ്. ഇതാണ് ഭൂമിയുടെ ടെമ്പറേച്ചറിനെ റെഗുലേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിയന്ത്രിക്കുന്നത്. അടുത്തതാണ് ഫ്രീസിംഗ് പോയിന്റ് ഓഫ് വാട്ടർ അല്ലേ? വാട്ടറിന്റെ എന്താണ്? ഘനീഭവിക്കൽ. എന്താണ് ഘനീഭവിക്കൽ എന്ന് പറയുന്നത്? ഫ്രീസ് ആകുന്നത് അല്ലേ? ഇതും ഒരു കെമിക്കൽ ചേഞ്ച് ആണ്. എന്താണ് ഇവിടെ നടക്കുന്നത്? ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്നും ഏത് സ്റ്റേറ്റിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നത്? സോളിഡ് സ്റ്റേറ്റിലേക്ക് അല്ലേ? ദ്രാവകത്തിൽ നിന്നും ഏതിലേക്കാണ് വരുന്നത്? ഖരാവസ്ഥയിലേക്കാണ് ചേഞ്ച് ചെയ്യുന്നത്. ഘനീഭവിക്കൽ എന്ന് മലയാളത്തിൽ പറയും. ഫ്രീസിംഗ് പോയിന്റ് ഓഫ് എ ലിക്വിഡ് ഈസ് ടെമ്പറേച്ചർ അറ്റ് വിച്ച് ഇറ്റ് ഫ്രീസസ് to liquid at the normal atmospheric pressure. The freezing point of water is 0 degree Celsius അല്ലേ? ഒരു ദ്രാവകം സാധാരണ അന്തരീക്ഷ മർദ്ദത്തിൽ തണുത്തുറഞ്ഞ് ഖരമായി മാറുന്ന താപനിലയാണ് അതിൻ്റെ എന്തെന്ന് പറയുന്നത്? ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ വാട്ടറിന്റെ ഫ്രീസിംഗ് പോയിന്റ് എത്രയാണെന്നാ പറഞ്ഞത്? 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. 0 ഡിഗ്രി സെൽഷ്യസിൽ വാട്ടർ, ജലം എന്താകും? ഒരു ഐസായി മാറും അല്ലേ? ഖരാവസ്ഥയിലേക്ക് മാറും. ദെൻ നോർമലി നമ്മൾ വസ്തുക്കൾ അല്ലേ ഫ്രീസറിൻ്റെ ഉള്ളിൽ വെക്കുമ്പോൾ അല്ലെങ്കിൽ ഐസായി മാറുമ്പോൾ എന്താണ് അതിന് സംഭവിക്കാറ്? നോർമലി എന്താണ്? കൂള് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്താണ് നമ്മൾ ഫ്രീസറിൽ വെച്ച് ഫ്രീസറിലൊക്കെ വെക്കുമ്പോൾ അത് തണുക്കും അല്ലേ? തണുപ്പിക്കുമ്പോൾ എന്താണ് സാധാരണ വസ്തുക്കൾക്ക് സംഭവിക്കാറ്? അത് ഒന്നെങ്കിൽ ഷ്രിങ്ക് ചെയ്യൂ അല്ലേ? ഷ്രിങ്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ചുരുങ്ങും. പിന്നെ എന്താണ്? ആൻഡ് ദെയർ വോളിയം എന്ത് ചെയ്യും? കുറയും. വോളിയം കുറയും. ചുരുങ്ങും, വോളിയം എന്ത് ചെയ്യും? കുറയും അല്ലേ? നമ്മൾ ഒരു 3-4 ദിവസം വെജിറ്റബിൾസ് എന്തെങ്കിലുമൊക്കെ ഫ്രിഡ്ജിൽ വെറുതെ വെച്ച് കഴിഞ്ഞാൽ എന്താവും? ഇത് ഇതേപോലെ ചുരുങ്ങുന്നതും അതിൻ്റെ വോളിയം കുറയുന്നതായിട്ട് എന്ത് ചെയ്യും? നമുക്ക് കാണും. അതേപോലെ തന്നെ ദിസ് ഇൻക്രീസസ് ഇറ്റ്സ് ഡെൻസിറ്റി. വോളിയം കുറയുമ്പോൾ എന്താ സംഭവിക്കുക? ഡെൻസിറ്റി കൂടും അല്ലേ? ഡെൻസിറ്റി കൂടും. സാധാരണ വസ്തുക്കൾ തണുപ്പിക്കുമ്പോൾ ചുരുങ്ങുകയും വ്യാപ്തം കുറയുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ വ്യാപ്തം കുറയുമ്പോൾ എന്ത് കൂടും? സാന്ദ്രത, ഡെൻസിറ്റി കൂടുകയും ചെയ്യും.
എന്നാൽ നമ്മുടെ വാട്ടർ അല്ലേ, വാട്ടറിനെ ഫ്രീസ് ആക്കുമ്പോൾ ഐസായി കൺവേർട്ട് ചെയ്യുമ്പോൾ അതിനെന്ത് സംഭവിക്കും? വോളിയം ഇൻക്രീസ് ചെയ്യും, അതിൻ്റെ വ്യാപ്തം എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും, അതിൻ്റെ ഡെൻസിറ്റിയോ കുറയുകയും ചെയ്യും. അങ്ങനെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ? നമ്മൾ സാധാരണ പോലെ ബോട്ടിൽ നമ്മൾ ഐസ് ആകാൻ വേണ്ടി ഫ്രീസറിൽ വെക്കുകയാണ്. ഫ്രീസറിൽ വെച്ച് ഫുള്ള് സെറ്റായി കഴിയുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? കുപ്പി പൊട്ടും ഇപ്പോൾ പൊട്ടുമെന്ന് തോന്നും അല്ലേ? ഫ്രീസായി കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത് പറഞ്ഞത്? വാട്ടറിൻ്റെ കേസിൽ ഫ്രീസായി കഴിയുമ്പോൾ എന്താണ്? വോളിയം ഇൻക്രീസ് ചെയ്യും, അപ്പോൾ അതിൻ്റെ ഡെൻസിറ്റി എന്ത് ചെയ്യും? കുറയുകയും ചെയ്യും അല്ലേ? ഡെൻസിറ്റി കുറവായിരിക്കും. നമ്മൾ ഐസ് ക്യൂബ്സ് എടുത്ത് വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അത് താഴ്ന്നു പോവോ? ഇല്ല, അത് പൊന്തി കിടക്കൂലേ? അതിന് കാരണം എന്താണ്? ഐസായി മാറി കഴിയുമ്പോൾ അതിൻ്റെ വോളിയം കൂടും, പക്ഷെ അതിൻ്റെ ഡെൻസിറ്റി എന്താകും? കുറയുകയും ചെയ്യും ജലത്തിൻ്റെ കാര്യത്തിൽ കേട്ടോ. ദെൻ അടുത്തതാണ് സർഫസ് ടെൻഷൻ ഓഫ് വാട്ടർ. ജലത്തിൻ്റെ സർഫസ് ടെൻഷൻ അല്ലെങ്കിൽ പ്രതല ബലം എന്ന് മലയാളത്തിൽ പറയും. എന്താണ്? പ്രതല ബലം. പ്രതല ബലം എന്നാണ് മലയാളത്തിൽ പറയുന്നത്. സർഫസ് ടെൻഷൻ ഓഫ് വാട്ടർ അല്ലേ? നമുക്കറിയാം ലിക്വിഡ് ഫോമിൽ മോളിക്യൂൾസ് ഉണ്ട് അല്ലേ? മോളിക്യൂൾസ് എങ്ങനെയാണ് ലിക്വിഡ് ഫോമിൽ ഉണ്ടാകുക? അടുത്തടുത്തായിരിക്കുമോ? ചെറിയൊരു അകലത്തിലായിരിക്കും ഇങ്ങനെ ആയിരിക്കും അല്ലേ ഉണ്ടാകുക? ചെറിയൊരു അകലത്തിലായിരിക്കും വാട്ടർ മോളിക്യൂൾസ് അല്ലെങ്കിൽ ജല തന്മാത്രകൾ ഉണ്ടാകുക. ദെൻ ഇങ്ങനെ കുറച്ച് അകലെയാണെങ്കിലും ഇവർ തമ്മിലുള്ള അട്രാക്ഷൻ സ്ട്രോങ് ആയിരിക്കും അല്ലേ? അട്രാക്ഷൻ ഉണ്ടാകും അല്ലേ? നല്ല അട്രാക്ഷൻ ഉണ്ടാകും. ഇങ്ങനെ സൈഡിലേക്കും രണ്ട് വശത്തേക്കും അട്രാക്റ്റ് ചെയ്തിട്ടായിരിക്കും മോളിക്യൂൾസ് ഉണ്ടാകുക. അപ്പോൾ എന്താണ് സർഫസ് ടെൻഷൻ എന്ന് നമുക്ക് നോക്കാം അല്ലേ? അപ്പോൾ ലിക്വിഡ് സ്റ്റേറ്റിൽ അല്ലെങ്കിൽ ജല തന്മാത്രകൾ തമ്മിൽ രണ്ട് സൈഡിലേക്കും നല്ല ഒരു അട്രാക്ഷൻ ഉണ്ടാവും അല്ലേ? നല്ല പരസ്പരം എന്ത് ചെയ്യും? അട്രാക്റ്റ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാകുക. എന്നാൽ സോളിഡ് സ്റ്റേറ്റിൻ്റെ അത്ര അട്രാക്ഷൻ ഉണ്ടാവുമോ? ഇല്ല, എന്നാലും അട്രാക്ഷൻ ഉണ്ട്. അപ്പോൾ ജലോപരിതലത്തിലെ തന്മാത്രകൾക്ക് മുകളിലെ ബാഷ്പരൂപത്തിലുള്ള തന്മാത്രകൾ വളരെ കുറവാണ്. അതിനാൽ വശങ്ങളിലേക്കും ഉള്ളിലേക്കുമുള്ള ആകർഷണ ബലം എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഇതുമൂലം ജലോപരിതലം വലിഞ്ഞു മുറുകിയ ഒരു പാട പോലെ പ്രവർത്തിക്കുന്നു. ഇതിന് കാരണമായി ഈ സവിശേഷതയാണ് എന്തെന്ന് പറയുന്നത്? പ്രതല ബലം എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ഈ വാട്ടർ മോളിക്യൂൾസ്, ഇപ്പോൾ നമ്മളൊരു പാത്രത്തിൽ വാട്ടർ എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിലുള്ള വാട്ടർ മോളിക്യൂൾസ് രണ്ട് സൈഡിലേക്കും ഉള്ളിലേക്കും പരസ്പരം ഇങ്ങനെ അട്രാക്റ്റ് ചെയ്തിട്ടായിരിക്കും നിൽക്കുക. ഇതിൻ്റെ തൊട്ട് മുകളിൽ ബാഷ്പരൂപത്തിൽ അല്ലേ, ഗ്യാഷ്യസ് സ്റ്റേറ്റിൽ എന്തായിരിക്കും? മോളിക്യൂൾസ് കുറവായിരിക്കും, കാരണം അവർ വളരെ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ മോളിക്യൂൾസ് തമ്മിൽ എന്ത് ചെയ്യും? അട്രാക്റ്റ് ചെയ്ത് വലിഞ്ഞു മുറുകിയ ഒരു പാട പോലെ അനുഭവപ്പെടും. ഇതാണ് ജലത്തിൻ്റെ എന്തെന്ന് പറയുന്നത്? സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്. മോളിക്യൂൾസ് തമ്മിൽ രണ്ട് സൈഡിലേക്കും അട്രാക്ഷൻ ഉണ്ടാകും അല്ലേ? രണ്ട് സൈഡിലേക്കും ഉള്ളിലേക്കും ഒക്കെ അട്രാക്റ്റ് ചെയ്ത് നിൽക്കും. അപ്പോൾ ഈ മുകൾ ഭാഗത്തെ മോളിക്യൂൾസിൻ്റെ അട്രാക്ഷൻ കാരണം ഒരു പാട പോലെ ഫീൽ ചെയ്യും. ഇതാണ് ജലത്തിൻ്റെ സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്, പ്രതല ബലം എന്ന് പറയുന്നത്. ഈ പ്രതല ബലം ഉള്ളതുകൊണ്ടാണ് നമ്മുടെ ബ്ലേഡൊക്കെ പതിയെ ഇങ്ങനെ നമ്മൾ വെള്ളത്തിന് മുകളിൽ വെക്കുമ്പോൾ അത് താന്നു പോകുമോ? താന്നു പോകില്ല അല്ലേ? സൂക്ഷിച്ച് വെക്കണം. സൂക്ഷിച്ച് വെച്ച് കഴിയുമ്പോൾ അതിങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നിൽക്കും അല്ലേ? മുകളിൽ ഇങ്ങനെ പൊന്തിക്കിടക്കും. അതേപോലെ ചില ഇൻസെക്ട്സുകളൊക്കെ താന്നു പോവാതെ വെള്ളത്തിന് മുകളിൽ ഇങ്ങനെ കിടക്കുന്നത് എന്താണ്? ഈ സർഫസ് ടെൻഷൻ ഉള്ളത് കൊണ്ടാണ്. ദെൻ സർഫസ് ടെൻഷൻ കുറയ്ക്കാൻ പറ്റുമോ? വെള്ളത്തിൻ്റെ സർഫസ് ടെൻഷൻ കുറയ്ക്കാൻ പറ്റുമോ? നമ്മുടെ സോപ്പ് പോലെയുള്ള സാധനങ്ങൾ മറ്റ് പദാർത്ഥങ്ങൾ ലയിച്ച് ചേർന്ന് കഴിഞ്ഞാൽ അതിൻ്റെ സർഫസ് ടെൻഷൻ എന്ത് ചെയ്യും? കുറയും അല്ലേ? സർഫസ് ടെൻഷൻ കുറയും. അപ്പോൾ ഇതൊരു സോപ്പ് ഫിലിമാണ്. നമ്മുടെ ടെക്സ്റ്റിൽ തന്നെ കൊടുത്തിരിക്കുന്ന ഫിഗർ ആണ് അല്ലേ? സോപ്പ് ഫിലിമാണ്. ഇത് സോപ്പ് ഫിലിം ഉണ്ടാക്കി നമ്മൾ ഒരു കമ്പി വളച്ച് റൗണ്ട് റിങ് പോലെ ആക്കുന്നു. അതിൻ്റെ നടുക്ക് ഒരു നൂല് കൊണ്ട് എന്ത് ചെയ്യുന്നു? നമ്മളൊരു സെപ്പറേഷൻ രണ്ട് ഭാഗങ്ങളായി തിരിക്കുന്നു അല്ലേ? എന്നിട്ട് അത് പതിയെ നമ്മൾ ഈ ബബിൾസ് വിടൂലേ? സോപ്പൊക്കെ പതിപ്പിച്ച് ബബിൾസ് വിടൂലോ? അതേപോലെ എന്ത് ചെയ്യുന്നു? ഒന്ന് പൊക്കിയെടുക്കുന്നു. അപ്പോൾ രണ്ട് ഭാഗത്തും ഇങ്ങനെ ഒരു സോപ്പ് ഫിലിം ഉണ്ടാകും. എന്നിട്ട് അതിൻ്റെ ഒരെണ്ണം നമ്മൾ പതിയെ അങ്ങ് കുത്തിപ്പൊട്ടിച്ചു. എന്താ പറ്റുക? കുത്തിപ്പൊട്ടിച്ച് കഴിയുമ്പോൾ എന്താ പറ്റുക? ഇതേപോലെ സോപ്പ് ഫിലിം കുറയുവാണോ ചെയ്യുക? അതോ സോപ്പ് ഫിലിം ഇങ്ങനെ വൈഡായിട്ട് വരുവാണോ ചെയ്യുന്നത്? കുറയൂ അല്ലേ? ഇതാണ് കറക്റ്റ്. കുറയാനുള്ള കാരണം എന്താണ്? സോപ്പ് എന്ന് പറയുന്നത് സർഫസ് ടെൻഷൻ എന്ത് ചെയ്യുന്നു? കുറയ്ക്കും. സോപ്പ് സർഫസ് ടെൻഷൻ എന്ത് ചെയ്യും? കുറയ്ക്കും. ഇനി നമുക്ക് കോമ്പണൻസ് ഓഫ് വാട്ടർ, വാട്ടറിൻ്റെ കോമ്പണൻസ്, അതായത് വാട്ടറിലെ ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. വാട്ടറിലെ ഘടകങ്ങൾ ഏതൊക്കെയാ? ഒന്ന് പറഞ്ഞേ, വാട്ടറിലെ ഘടകങ്ങൾ ഏതൊക്കെയാണ്? വാട്ടർ എന്ന് പറയുന്നത് ഏതൊക്കെ കമ്പൈൻ ചെയ്തിട്ടാണ് ഫോം ചെയ്യുന്നത്?
കെമിസ്ട്രി പഠിക്കുന്ന പിള്ളേർക്ക് നാണക്കേടാക്കല്ലേ. H2O അല്ലേ, ഹൈഡ്രജന്റെ 2 ആറ്റവും ഓക്സിജന്റെ 1 ആറ്റവും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മുടെ എന്ത് ഫോം ചെയ്യുന്നത്, ജലം അല്ലെങ്കിൽ വാട്ടർ ഫോം ചെയ്യുന്നത്. വാട്ടറിന്റെ കെമിക്കൽ ഫോർമുലയാണ് H2O എന്ന് പറയുന്നത്. അപ്പോൾ ഹൈഡ്രജനും ഓക്സിജനും അല്ലേ, നമുക്കറിയാം ഹൈഡ്രജനും ഓക്സിജനും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് എന്ത് ഫോം ചെയ്യുന്നത്, നമ്മുടെ വാട്ടർ ഫോം ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഹൈഡ്രജനെയും ഓക്സിജനെയും നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. വെള്ളത്തിൽ നിന്നും ഹൈഡ്രജനെയും ഓക്സിജനെയും വിഘടന പ്രക്രിയയിലൂടെ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ ഹൈഡ്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആരെ കിട്ടും, വെള്ളത്തെയും കിട്ടും. അപ്പൊ വെള്ളത്തിൽ നിന്നും ഹൈഡ്രജനും ഓക്സിജനും വേർതിരിച്ചെടുക്കുന്നത് എങ്ങനെയാണ്, നമ്മുടെ ഇലക്ട്രോലൈസിസ് വഴിയാണ്. ഇലക്ട്രോലൈസിസ് എന്താണ്, വൈദ്യുത വിശ്ലേഷണം എന്ന് പറയുന്നത്. വൈദ്യുത വിശ്ലേഷണം വഴി നമുക്ക് വാട്ടറിന്റെ ഘടകങ്ങളെ വേർതിരിച്ചെടുക്കാം. നമ്മൾ ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് വേർതിരിച്ചെടുക്കാം. ഇതിനു വേണ്ടി നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്, വാട്ടർ വോൾട്ടാമീറ്റർ ആണ്. വാട്ടർ വോൾട്ടാമീറ്റർ ഉപയോഗിച്ച് വെള്ളത്തിനെ വൈദ്യുത വിശ്ലേഷണത്തിന് വിധേയമാക്കി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഘടകങ്ങളായ ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് എന്ത് ചെയ്യാം, നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റും. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ജല വോൾട്ടാമീറ്റർ അല്ലെങ്കിൽ വാട്ടർ വോൾട്ടാമീറ്റർ ഉപയോഗിച്ച്. അപ്പോൾ വാട്ടർ വോൾട്ടാമീറ്റർ എങ്ങനെ ഉണ്ടാവുക, ഇതാണ് വാട്ടർ വോൾട്ടാമീറ്റർ എന്ന് പറയുന്നത്. വാട്ടർ വോൾട്ടാമീറ്റർ കണ്ടോ, ബാറ്ററി ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് രണ്ട് എന്താണ്, ഒരു അയൺ നെയിലാണ് അല്ലേ, അയൺ നെയിലുകളാണ്. ഈ 2 അയൺ നെയിലുകളെ നമ്മൾ ടെസ്റ്റ് ട്യൂബ് വെച്ച് കമത്തി വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ ജലത്തിൽ നമ്മൾ ആസിഡ് മിക്സ് ചെയ്ത് 2-3 ഡ്രോപ്പ് ആസിഡ് മിക്സ് ചെയ്തൊരു സൊല്യൂഷനാണിത് വാട്ടർ എന്ന് പറയുന്നത്. ഈ വാട്ടർ എന്ന് പറയുന്നത് ഇതിനെ 2 ബാറ്ററി വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. ദെൻ ഈ വെള്ളത്തിലേക്ക് നമ്മൾ ബാറ്ററിയിലൂടെ വൈദ്യുതി കടത്തി വിടുമ്പോൾ ഇവിടെ കണ്ടോ ബബിൾസ് ഫോം ചെയ്തിരിക്കുന്നത്. ഇതുപോലെ ബബിൾസ് ഫോം ചെയ്യും. ദെൻ ഇതിൻ്റെ ഈ പോസിറ്റീവ് എൻഡിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഈ ഭാഗത്ത് ഈ ടെസ്റ്റ് ട്യൂബിലേക്ക് നമ്മൾ പതിയെ ഒരു ചന്ദനത്തിരി കാണിക്കുകയാണെന്ന് വെച്ചോ. ചന്ദനത്തിരി കാണിക്കുമ്പോൾ ഇതെന്താ സംഭവിക്കുക, ഇത് ആളിക്കത്തും. എന്തായിരിക്കും ആളിക്കത്താനുള്ള കാരണം? അവിടെ ഓക്സിജൻ ആണ് ഫോം ചെയ്തിരിക്കുന്നത്. ഈ ബബിൾസ് എന്താണ്, ഓക്സിജൻ വാതകമാണ് അല്ലേ. ഓക്സിജൻ എന്തിനാ സഹായിക്കുക, ഓക്സിജൻ കത്താൻ സഹായിക്കുന്ന വാതകമാണ് എന്ത്, നമ്മുടെ ഓക്സിജൻ എന്ന് പറയുന്നത് അല്ലേ. ഹെൽപ്സ് ടു ബേൺ, കത്താൻ സഹായിക്കുന്ന വാതകമാണ് ഓക്സിജൻ. അപ്പോൾ ബാറ്ററിയുടെ പോസിറ്റീവ് വശത്ത് ഫോം ചെയ്തിരിക്കുന്നത് ഏതാണ്, ഓക്സിജൻ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ നെഗറ്റീവ് വശത്തെ ആരായിരിക്കും, ഓക്സിജൻ ഒന്ന് ഫോം ചെയ്തെങ്കിൽ മറ്റേത് ഹൈഡ്രജൻ ആയിരിക്കും അല്ലേ. എന്നാലും നമുക്കിതൊന്ന് എന്തായാലും പരീക്ഷണം ചെയ്യാണ് അല്ലേ, നമുക്ക് നോക്കണ്ടേ, ഉറപ്പിക്കണ്ടേ. അപ്പം നമ്മൾ പതിയെ ഒരു കത്തുന്ന എന്തെങ്കിലും ഫ്ലെയിം അങ്ങോട്ട് കാണിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ഒരു പോപ്പ് സൗണ്ടോടുകൂടി അതെന്ത് ചെയ്യും, അണയും. എന്തായിരിക്കും സാധ്യത, എന്തുകൊണ്ടായിരിക്കും അങ്ങനെ? ആ നെഗറ്റീവ് ഭാഗത്ത് ഫോം ചെയ്തിരിക്കുന്നത് എന്താണ്, നമ്മുടെ ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ എന്താണ് ഹൈഡ്രജൻ, ഒരു പോപ്പ് സൗണ്ടോടുകൂടി കത്തും, എന്നിട്ട് അങ്ങ് അണയും. പോപ്പ് സൗണ്ടോടുകൂടി എന്ത് ചെയ്യും, കത്തും, എന്നിട്ട് അണയും. അപ്പോൾ അതെന്തായിരിക്കും സാധനം, നമ്മുടെ ഹൈഡ്രജൻ വാതകമാണ്. അപ്പോൾ പോസിറ്റീവ് എൻഡിൽ ഫോം ചെയ്തിരിക്കുന്നത് ഓക്സിജനും, ബാറ്ററിയുടെ നെഗറ്റീവ് എൻഡിൽ ഫോം ചെയ്തിരിക്കുന്നത് എന്താണ്, നമ്മുടെ ഹൈഡ്രജനും ആണ്. അപ്പോൾ ഇതാണ് വാട്ടർ വോൾട്ടാമീറ്റർ അല്ലെങ്കിൽ ഇലക്ട്രോലൈസിസ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത്. ദെൻ ഇത് ഹോഫ്മാൻസ് വാട്ടർ വോൾട്ടാമീറ്റർ ആണ്. വാട്ടറിന്റെ ഇലക്ട്രോലൈസിസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വോൾട്ടാമീറ്റർ ആണിത്. എന്താണ്, ഹോഫ്മാൻസ് വാട്ടർ വോൾട്ടാമീറ്റർ. 1 വേർഡിന് ചോദിക്കാം, 1 മാർക്കിന് ചോദിക്കാം. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വളരെ കുറച്ച് കാര്യങ്ങളെ പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ മക്കൾ നന്നായിട്ട് പഠിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്ക് കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിലേക്ക് കാണാം. താങ്ക് യു.